ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ബേസിക്കലി 2 കാര്യങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. 2, മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഇതിന് നമുക്കുള്ള ഒരേ പോംവഴി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ്. പക്ക ഡയറ്റ് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നല്ല ആക്റ്റീവ് ആവുക. ഫിസിക്കലി ആക്റ്റീവ് ആവുക മീൻസ് എക്സസൈസ് ആയിട്ട് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയായിരുന്നാലും ശരീരം നന്നായിട്ട് ഫിസിക്കലി ആക്റ്റീവായിട്ട് സ്വെറ്റ് ചെയ്യണം. അത്രയും വെറുതെ നമ്മൾ നടന്നു അല്ലെങ്കിൽ ഓടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് സ്വെറ്റ് ചെയ്യണം. സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എക്സസൈസുകളായിരുന്നാലും നടക്കുന്നതായിരുന്നാലും വാട്ട് എവർ ബി അത് ചെയ്തിരിക്കണം. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മിക്കവാറും കൊളസ്ട്രോളുള്ള കേസുകളിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. സോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആരുടെയും സഹായമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് കുട്ടികൾക്കായിരുന്നാലും ശരി, വലിയ ആൾക്കാരായിരുന്നാലും ഇനി പ്രായമുള്ളവരായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മളിപ്പോഴേ കെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊരു പ്രായത്തുമ്പോൾ നമുക്ക് ഒരുവിധമെങ്കിലും നമ്മുടെ ബോഡി നമ്മളെ കൺട്രോളിൽ നിർത്താൻ നമുക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും. ഇനി ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുക. ഒരു 200 എബോ അല്ലെങ്കിൽ ഒരു 240 എബോ ആണെങ്കിൽ കമ്പൽസറി ഇൻറ്റേർണൽ മെഡിസിൻസ് എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. അതിനപ്പുറം ഒരു പരീക്ഷണത്തിന് നിൽക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കാം.